ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ സ്റ്റഡി വ്ളോഗൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമുക്ക് പബ്ലിക് പ്രാക്ടിക്കൽ എക്സാംസ് ഒക്കെ നടക്കുന്നുണ്ട്. അത്യാവശ്യം എന്തെങ്കിലും പഠിച്ചാലേ നമുക്ക് അവിടെ പോയി നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും എങ്ങനെയൊക്കെ നമ്മൾ ആലോചിച്ച് വെച്ചാലും കുറച്ച് കഴിയുമ്പോൾ മടി എന്ന് പറയുന്ന സാധനം നമ്മളെ മാടി മാടി വിളിച്ചോ. ഇനിയിപ്പോൾ എനിക്കുള്ള പ്രാക്ടിക്കൽ എക്സാംസ് എന്ന് പറയുന്നത് സുവോളജി, മാത്സ്, ഫിസിക്സ് ഇത് മൂന്നുമാണ് ഇനി കഴിയാനുള്ളത്. ഈ എക്സാമിന് മുമ്പ് ഒരു 3-4 ദിവസം നമുക്ക് അവധി തന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസത്തിൽ ഒരു ദിവസമാണ്. അപ്പൊ അങ്ങനെ നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. രാവിലെ എന്ന് പറയുമ്പോൾ ഒരു 8 മണിയൊക്കെ ആയി. എന്റെ മുടിയിലാണ് ഒരു തുള്ളി എണ്ണയുടെ അംശം പോലും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് പെരട്ടിയൊക്കെ കൊടുത്തു. അപ്പോഴേക്കും അവിടെ ഇരുന്ന ഒരു ഏത്തയ്ക്ക എന്നെ മാടി മാടി വിളിച്ചത് കൊണ്ട് മാത്രം ഞാൻ അതങ്ങ് കഴിച്ചു. ഈ വ്ളോഗ് ഞാൻ പ്രാക്ടിക്കൽ എക്സാമിന് എടുത്തിട്ടുണ്ടായിരുന്നതാണ്, സ്റ്റഡി വ്ളോഗ്. പക്ഷെ എനിക്ക് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ സമയമൊന്നും നമുക്ക് എഡിറ്റ് ചെയ്യാനും ഇടാനുള്ള ടൈം ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊക്കെയാണ് നമുക്ക് വെച്ചിട്ടുണ്ടായിരിക്കുന്നത് എക്സാമിന്. അപ്പോൾ അതൊക്കെ മാത്രം ഞാൻ ഒന്ന് നോട്ട് ചെയ്തിട്ട് അങ്ങനെ ക്ലാസ് കണ്ട് പഠിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇതിന്റെ പകുതി വരെ വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ടായിരുന്നത് എക്സാമിന്റെ ആ ഒരു ഇടയ്ക്ക് തന്നെയാണ്. പക്ഷെ ഞാൻ ഇപ്പൊ ഇതിന്റെ ബാക്കി ഇപ്പം കൊടുക്കുന്നത് ഈ എക്സാം എല്ലാം കഴിഞ്ഞിട്ടാണ്. അപ്പൊ ഈ ഫിസിക്സ് പ്രാക്ടിക്കൽ പഠിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്നത് ആദ്യമേ തന്നെ ഒരു വീഡിയോ കാണും. ഇപ്പൊ മൊമെന്റ് ബാർ ആണ് എടുക്കുന്നതെങ്കിൽ മൊമെന്റ് ബാറിന്റെ ഒരു വീഡിയോ നമ്മൾ യൂട്യൂബിൽ അടിച്ചെടുത്ത് നമുക്ക് ഇഷ്ടം പോലെ കിട്ടുമല്ലോ. അതിലൊന്ന് അത് കഴിഞ്ഞ് അതൊക്കെ മനസ്സിലായി കഴിഞ്ഞ് നമുക്ക് എന്താണോ എഴുതി പഠിക്കേണ്ടത് അവിടെ നമുക്ക് എയിമും പ്രിൻസിപ്പിളൊക്കെ എഴുതി കൊടുക്കണം. അതൊക്കെ എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ എഴുതി. അങ്ങനെ ആദ്യം തന്നെ ഞാൻ പഠിക്കുന്നത് മൊമെന്റ് ബാർ ആണ്. മൊമെന്റ് ബാർ എന്ന് പറയുന്നത് അത്യാവശ്യം എളുപ്പം നമുക്ക് ചെയ്ത് കഴിയുകയും ചെയ്യാം. നമുക്ക് എഴുതി ഈ ഒബ്സർവേഷൻസ് ഒക്കെ വരയ്ക്കുമ്പം നമ്മൾ ഒബ്സർവേഷൻ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എളുപ്പം ചെയ്തെടുക്കാനും പറ്റുന്ന ഒരു സംഭവമാണ് മൊമെന്റ്. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ഓരോ എക്സ്പെരിമെന്റും പഠിച്ചിട്ട് എക്സാമിന് പോയിട്ടുണ്ടായിരുന്നത്. എക്സാം എന്ന് പറയുന്നത് അത്യാവശ്യം ഈസി ആയിരുന്നു. നമ്മൾ പഠിച്ച് വന്നാൽ അത് നമുക്ക് ഈസി ആവും, പക്ഷെ നമ്മൾ പഠിക്കാതെ വന്നാൽ അത് നമുക്ക് ടഫ് ആവും. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയാനും പറ്റത്തില്ല. അതാണല്ലോ സംഭവം. എനിക്ക് മോഡൽ പ്രാക്ടിക്കൽ എക്സാമിന് കിട്ടിയിട്ടുണ്ടായിരുന്നത് പ്രിസവും മൊമെന്റ് ബാറും ആയിരുന്നു. അപ്പോൾ എനിക്കിത് രണ്ടും അത്യാവശ്യം എളുപ്പമായിരുന്നു, ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പ്രിസവ് എന്ന് പറയുന്നത് അത്യാവശ്യം കുറച്ച് പേർക്കെങ്കിലും കുറച്ച് ടഫാന്ന് തോന്നുന്ന സംഭവമാണ്, പക്ഷെ അത്യാവശ്യം എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. എനിക്ക് പ്രാക്ടിക്കൽ മെയിൻ എക്സാമിന് കിട്ടിയിട്ടുണ്ടായിരുന്നത് വെർനിയർ കാലിബറും പിന്നെ ഓംസ്ലോയും ആയിരുന്നു. എനിക്ക് ആദ്യമത്തെ കുറച്ച് മാസങ്ങൾ ഭയങ്കര ഇഷ്ടമായിരുന്നു പ്രാക്ടിക്കൽ ക്ലാസ്സിനൊക്കെ പോയിരുന്ന് ചെയ്യാനും അത് പഠിക്കാനും. കുറച്ച് കഴിഞ്ഞപ്പം അതിനോടുള്ളൊരു ഇതങ്ങ് മാറി മാറി മടിയിലേക്ക് പിന്നെയും വന്നു. അങ്ങനെ ഞാൻ ക്ലാസ്സിന് പോയിരുന്നാലും ഒന്നെങ്കിൽ അങ്ങോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും, അല്ല ഞാൻ ഇത് ശ്രദ്ധിക്കത്തില്ല, അങ്ങനെയൊക്കെ ഇരുന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഓംസ്ലോ എനിക്ക് അത്ര അറിയത്തില്ലായിരുന്നു. എനിക്ക് പ്രിസം കിട്ടണമെന്ന് പറഞ്ഞാണ് ഞാൻ പോയത്. പ്രിസം ഞാൻ അത്യാവശ്യം ചെയ്യും. അതുകൊണ്ട് അപ്പോൾ ഈ പ്രാക്ടിക്കൽ മെയിൻ എക്സാമിന് കുറച്ച് നാൾ മുമ്പ് ഞങ്ങൾക്ക് ക്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാനാണെങ്കിൽ ഓംസ്ലോ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രം എനിക്ക് നല്ല വൃത്തിക്കാണോ എന്നറിയത്തില്ല, എനിക്ക് പറ്റുന്നത്ര ഞാൻ നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. മെയിൻ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓംസ്ലോ. അപ്പോൾ ഇപ്പോൾ കാണുന്ന പേപ്പർ എന്ന് പറയുന്നത് മോഡൽ എക്സാം ഇട്ടിട്ടുണ്ടായിരുന്ന ആൻസർ ഷീറ്റാണ്. ഞങ്ങൾക്ക് അങ്ങനെ നോക്കി തന്നില്ല, മാർക്കൊന്നും ഇട്ടില്ല. ജസ്റ്റ് കറക്റ്റ് ആണെങ്കിൽ കറക്റ്റ് ചെയ്ത് ടീച്ചർ അങ്ങ് പോയേക്കും. അപ്പോൾ ഫിസിക്സ് പ്രാക്ടിക്കലിന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് നമുക്ക് മോഡലിനെ നമുക്ക് ചെറുതായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഗൂഗിളിൽ കയറി ഞാൻ നോക്കി, നമുക്ക് കിട്ടും, നമുക്ക് ക്വസ്റ്റ്യൻ പാറ്റേൺ കിട്ടുമ്പോൾ അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും 12:30-1 മണി ആ സമയമൊക്കെ ആയപ്പോഴേക്കും ഞാൻ ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ചോറ് പിന്നെ കറികൾ, തോരൻ, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ. അങ്ങനെ ചോറ് കഴിക്കാൻ നേരം കുറച്ച് റീൽസ് കണ്ടു. പിന്നെ അത് കഴിഞ്ഞും കുറച്ച് നേരം റീൽസ് ഒക്കെ കണ്ടിരുന്നു. അങ്ങനെ ഫുഡും കഴിച്ച് കുറച്ച് നേരം റീൽസും കണ്ട് ജസ്റ്റ് ഒന്ന് ബുക്കൊക്കെ ഒന്ന് വായിച്ചു നോക്കിയിട്ട് എനിക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ വേണ്ടി എനിക്ക് വെളിയിൽ പോകാനുണ്ടായിരുന്നു. അപ്പോൾ കടയിലൊക്കെ പോയി തെണ്ടി തിരിഞ്ഞ് വന്നപ്പോഴേക്കും അത്യാവശ്യം വൈകുന്നേരം തിരിച്ചു വന്ന് വെറുതെ കുറച്ച് നേരം ഇരുന്നപ്പോഴേക്കും നേരത്തെ കുറച്ച് കോയിൻ കളക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നോക്കി കണ്ടിരുന്നു. അങ്ങനെ നേരത്തെ തന്നെ ഫിസിക്സ് ഒക്കെ അത്യാവശ്യം ഞാൻ നോക്കി വെച്ചിട്ട് തന്നെ അടുത്ത ഞാൻ സുവോളജി നോക്കാന്ന് വിചാരിച്ചു. സുവോളജി ഉണ്ടല്ലോ ഇനി എക്സാം. എന്തായാലും ഇനി അടുത്ത സബ്ജക്ട് തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു മധുരമൊക്കെ കഴിച്ചിട്ട് തുടങ്ങാം. അങ്ങനെ എനിക്കൊരു മുട്ടായൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കഴിച്ചോണ്ടിരുന്നു. ഇപ്പൊ നോമ്പൊക്കെയല്ലേ, ആരൊക്കെ നോമ്പ് വെക്കുന്നുണ്ട്? നോമ്പ് വെക്കുന്നവരെന്തായാലും കമന്റ് ചെയ്യണം. ഈ പ്രാക്ടിക്കൽ മെയിൻ എക്സാം എന്നൊക്കെ പറയുന്നത് നോമ്പിന് മുമ്പായിരുന്നു കേട്ടോ, അത് ഓർക്കണേ. അങ്ങനെ എന്റെ കൂട്ടുകാരി എടുത്തുനിന്ന് ഞാൻ എനിക്ക് കുറച്ച് നോട്ട്സ് ഒക്കെ സെൻഡ് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ പഠിച്ചെടുത്തിട്ടാണ് അന്നത്തെ ദിവസം കഴിഞ്ഞത്. അപ്പോൾ എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്ക് ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യും.